ഇന്ത്യയിൽ വീണ്ടും ഒരു ദുരഭിമാന കൊലയ്ക്ക് കൂടി സാക്ഷി വഹിക്കേണ്ട ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഇട്ടാവയിൽ കാമുകിയെ കാണാനെത്തിയ 18-കാരനെയാണ് പിതാവ് കൊന്നത്. ഗേദഹേലു ഗ്രാമത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറുന്നത്. ഔരയ്യ സ്വദേശിയായ ലവ്കുഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ഇയാളെ വെടിവെച്ച് കൊന്നത് കാമുകിയുടെ പിതാവായ അനിൽകുമാർ ആണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലവ്കുഷ് ബേദഹേലുവിൻ്റെ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഈ സമയം അയാളും അനിൽകുമാറിൻ്റെ മകളും പ്രണയത്തിലാവുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി യുവാവ് പെൺകുട്ടിയെ കാണാനായി അവളുടെ വീട്ടിലെത്തിയതായി പോലീസ് കണ്ടെത്തി. വീടിനകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ അനിൽകുമാർ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിയൊച്ച കേട്ട് അയൽക്കാർ എത്തിയപ്പോഴാണ് യുവാവിനെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വിവരം പറഞ്ഞ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും കേസുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉപയോഗിച്ച തോക്ക് പോലീസ് പിടിച്ചെടുത്തു. കൂടുതൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. തോക്ക് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എന്തിനു കിട്ടി എന്നുള്ള കാരണങ്ങളും ഉത്തരങ്ങളും ഇനി ലഭിക്കണം. എന്തായാലും ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 25,000 ദുരഭിമാന കൊലകളാണ് നടക്കുന്നത്. ഇതിൽ വെറും 5-6 എണ്ണങ്ങൾ മാത്രമാണ് കോടതിയുടെ മുമ്പിലെത്തുന്നത്. ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾ ഇനിയും നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. അവരെ തക്കതായ ശിക്ഷ ലഭിക്കുകയും അവരെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ സമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടതും പോലീസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇവരെ സംരക്ഷിക്കുന്നത് ആരായാലും, ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഒരാളെ ഇല്ലാതാക്കാൻ തുനിഞ്ഞതാരായാലും അവർക്കെല്ലാം തക്കതായിട്ടുള്ള ശിക്ഷ നമ്മുടെ ഇന്ത്യ നടപ്പിലാക്കുകയും വേണം.